ജയഭാരതിയെ ഏത് രീതിയിൽ ഭോഗിക്കണം, ഏത് രീതിയിൽ ഭോഗിച്ചാൽ പ്രേക്ഷകർക്ക് തൃപ്തി ഉണ്ടാകും? ഈ ചർച്ച നടന്നത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ മലയാള സിനിമയെ മാറ്റിമറിച്ച രതിനിർവേദത്തിൻ്റെ സെറ്റിലാണ്. രതിനിർവേദത്തിന് കഥയും തിരക്കഥയും എഴുതിയത് പത്മരാജനാണ്. സംവിധാനം ചെയ്തത് ഭരതനാണ്. രതിനിർവേദം അക്കാലത്ത് ന്യൂജൻ സിനിമയായിരുന്നു. അക്കാലത്തെ അശ്ലീലതകളെ തള്ളിക്കളഞ്ഞ അശ്ലീലതകൾക്ക് ഒരു നിലപാട് തറയുണ്ടെന്ന് പ്രഖ്യാപിച്ച സിനിമയായിരുന്നു. രതിചേച്ചിയും പപ്പുവും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥ. തന്നെക്കാളും ഒരുപാട് വയസ്സിന് മൂത്തതായ രതിചേച്ചിയെ പപ്പു പ്രണയിക്കുന്നതും ആ പ്രണയം ഒരു ഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്നതും ഒക്കെ രതിനിർവേദത്തിൽ നമ്മൾ കണ്ടു. രതിനിർവേദം വലിയ ഹിറ്റായി മാറി. രതിനിർവേദം അന്ന് വലിയ ഹിറ്റായി മാറിയപ്പോൾ കുടുംബ പ്രേക്ഷകരും ആ ചിത്രത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് വലിയൊരു ശ്രദ്ധേയമായ കാര്യം. കുടുംബ പ്രേക്ഷകർ രതിനിർവേദം കാണാൻ ഇടിച്ചു കയറി. മലയാള സിനിമയുടെ സംവേദന തലങ്ങളെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു രതിനിർവേദം. മലയാള സിനിമയിൽ അതുവരെ നിലനിന്ന മാമൂഞ്ഞിലുകളെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു രതിനിർവേദം. വലിയ ഹിറ്റായി അത് മാറി. രതിനിർവേദത്തിൻ്റെ ക്ലൈമാക്സ് സീനിനെ ചൊല്ലി പത്മരാജനും ഭരതനും തമ്മിൽ അടികൂടിയതും ശ്രദ്ധേയം. അത് അറിയപ്പെടാത്ത കഥയാണ്. ഭരതൻ പറഞ്ഞത് ഈ അവസാന രംഗത്ത്, രതിനിർവേദത്തിൻ്റെ അവസാന രംഗത്ത് ജയഭാരതി അവതരിപ്പിച്ച രതി എന്ന കഥാപാത്രവും കൃഷ്ണചന്ദ്രൻ അവതരിപ്പിച്ച പപ്പു എന്ന കഥാപാത്രവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അത് നിന്നുകൊണ്ടാകണമെന്ന് പത്മരാജൻ പറഞ്ഞു. ഭരതനും അതിനോട് ആദ്യം സമ്മതം മൂളി. പക്ഷെ പിന്നീട് അതിൻ്റെ പ്രശ്നങ്ങൾ, ആ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ഇതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഭരതൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ നിന്നുകൊണ്ട് ഭോഗിക്കുന്ന രംഗം ഉപേക്ഷിച്ചു. പകരം സ്വാഭാവികമായ രീതിയിൽ ഭോഗിക്കുന്ന രംഗം ചിത്രീകരിച്ചു. എന്തായാലും ഏത് രീതിയിലുള്ള രംഗമായാലും രതിനിർവേദം ഹിറ്റായത് അതുകൊണ്ടൊന്നുമല്ല. രതിനിർവേദം മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ചിത്രമായിരുന്നു. മലയാളത്തിലെ പ്രേക്ഷകരെ പുതിയ ഒരു അനുഭൂതിയിലേക്ക്, പുതിയ ഒരു കൈവഴിയിലേക്ക് കൊണ്ടുപോയ ചിത്രമായിരുന്നു. എന്തായാലും പത്മരാജനെ ഭരതൻ ധിക്കരിച്ചെങ്കിലും സിനിമ വലിയ ഹിറ്റായി മാറി. കൂടുതൽ വൾഗറാവാതെ ആ സിനിമ നന്നായി ഓടി. ആ സിനിമ ചരിത്രമായി മാറി.